ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ചാപ്റ്റർ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ല, യൂണിറ്റ് ഫസ്റ്റിൽ പിന്നെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടു നോക്കുക. ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല. അധിനിവേശവും ചെറുത്തു നിൽപ്പും അല്ലേ, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചൂടെ. The greatest contribution of the relationship with the Dutch is the work Hortus Malabaricus. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അവിടെ പറയാണ് നമ്മൾ പിന്നെ ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, അപ്പോൾ ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ കൃതിയാണ്. ഓക്കെ, ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിക്കൽ പ്ലാൻസ് ഓഫ് കേരള ഈസ് പ്രസൻറ്റഡ് ഇൻ ദിസ് ബുക്ക്. നോക്കുക, ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാൻസ് ഓഫ് കേരള പ്രസൻറ്റഡ് ഇൻ ദിസ് ബുക്ക്. അപ്പോൾ ഈ ബുക്കിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കിയേ, 742 പിന്നെ സസ്യങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പം കേരളത്തിലെ 742 സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എവിടെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഔഷധ സസ്യങ്ങളാണ്. അപ്പം ഈ ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങളാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ബുക്കിൽ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹെൻറിക് വാൻ റീഡ്, ദെൻ ദ ഡച്ച് ഗവർണർ വാസ് ദ കോമ്പലർ ഓഫ് ദിസ് വർക്ക്. ഇട്ടി അച്യുതൻ, ആൻ ഇൻഡിഗ്നസ് മെഡിക്കൽ പ്രാക്ടീഷണർ, ഹെൽപ്ഡ് ഹിം ഇൻ ദിസ് കോമ്പോസിഷൻ. അപ്പം പിന്നെ ഈ ഗ്രന്ഥം രചിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ്. ഓക്കെ, ആരാണ് കൊടുത്തത്? ഹെൻറിക് വാൻ റീഡാണ്. ഓക്കെ, അതുപോലെ ഈ രചനയ്ക്ക് ഈ പറഞ്ഞ ഹെൻറിക് വാൻ റീഡിനെ ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു. അങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു വൈദ്യനായിരുന്നു. ഓക്കെ, ദെൻ അപ്പു ഭട്ട്, രംഗഭട്ട് ആൻഡ് വിനായക ഭട്ട് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കോമ്പോസിഷൻ ഓഫ് ദിസ് വർക്ക്. പിന്നെ കുറച്ച് പേര് പറയാണ്, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, ഇവരും ഈ കൃതിയുടെ രചനയിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഹോർത്തൂസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിൻറ്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാണ്, കുറച്ച് മലയാളം ആദ്യമായിട്ട് പിന്നെ അച്ചടിയിൽ മലയാളം ഭാഷ പതിഞ്ഞ പുസ്തകം എന്നും കൂടി നമുക്കിതിനെ പറയാം. ആദ്യമായിട്ട് അച്ചടിയിൽ മലയാളം വാക്കുകൾ ഇല്ലെങ്കിൽ മലയാളം ഭാഷ പതിഞ്ഞ ബുക്കാണ് ഏത്? പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ്. ദെൻ ദിസ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ KS മണിലാൽ. അതുപോലെ തന്നെ ഡോക്ടർ KS മണിലാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബുക്കിനെ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം കൂടി ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ ഡച്ചുകാരുടെ ബന്ധത്തിൻ്റെ ഒരു സംഭാവനയാണ്. ആ ബുക്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? 742ഓളം ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആരാണ് നേതൃത്വം കൊടുത്തത് ഈ ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി? ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ്. അതുപോലെ അദ്ദേഹത്തെ സഹായിച്ചത് ആരൊക്കെയാ? ഇവിടെ ആദ്യം തന്നെ ഒരു മലയാളി വൈദ്യൻ്റെ പേര് പറയുന്നുണ്ട്, അച്യുതൻ അല്ല, ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ അപ്പുഭട്ട്, വിനായക ഭട്ട്, രംഗഭട്ട്, ഓക്കെ, ഇവരും ഈ രചനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് പിന്നെ ആദ്യമായിട്ട് മലയാളം അക്ഷരം പതിഞ്ഞ പുസ്തകം എന്നുകൂടി നമുക്കിതിനെ പറയാം. അതുപോലെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തതാരാ? ഡോക്ടർ KS മണിലാലാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയ മക്കളെ? ഇത് നമ്മൾ ഇട്ടി അച്യുതൻ എന്നുള്ളൊരു പേര് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് നോക്കി നോക്കുക. ഇട്ടി അച്യുതൻ വാസ് ആൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിഗ്നസ് മെഡിക്കൽ പ്രാക്ടീഷണർ ബോൺ ഇൻ കടക്കരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസന്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ എ ട്രഡീഷണൽ ഫാമിലി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. അതായത് ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഒരു നാട്ടുവൈദ്യനായിരുന്നു. അദ്ദേഹം ജനിച്ചത് എവിടെയാ? കടക്കരപ്പള്ളി വില്ലേജ്, ചേർത്തല താലൂക്ക്, ഏതാണ് ജില്ല? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ അദ്ദേഹം ജനിച്ച കുടുംബം എന്ന് പറയുന്ന ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ഇതാണ് ഇട്ടി അച്യുതനെ കുറിച്ച് അവിടെ പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? നെക്സ്റ്റ്, ദ ഫ്രഞ്ച്. ആഫ്റ്റർ ദ ഡച്ച്, ദ ബ്രിട്ടീഷ് ആൻഡ് ദെൻ ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. അപ്പം ഡച്ചുകാർക്ക്, അത് നമ്മൾ പോർച്ചുഗീസുകാരെ പറഞ്ഞു, അതിനുശേഷം ഡച്ചുകാർ വന്നു. അപ്പം ഡച്ചുകാർക്ക് ശേഷം ആരാ ഇന്ത്യയിലെത്തുന്നത്? ബ്രിട്ടീഷുകാരും പിന്നീട് ആര് വരുന്നു? ഫ്രഞ്ചുകാരും
ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് എത്തി. ഓക്കെ, ദ വാസ് ഫോട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡോമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ നോൺ ആസ് ദ കർണാട്ടിക് വാർസ്. അപ്പം അവിടെ ഒരു പേര് അന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, കർണാട്ടിക് വാർസ്. എന്താണ് കർണാട്ടിക് വാർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട്, കച്ചവടാധിപത്യത്തിന് വേണ്ടിയിട്ട് അവർ തമ്മിലൊരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൻ്റെ യുദ്ധം അറിയപ്പെടുന്നത് പേരില കർണാട്ടിക് വാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ദ ബ്രിട്ടീഷ് വോൺ ഇൻ ദിസ് ഡിസീവ് വാർ. ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡോമിനൻസ് വാസ് റിഡ്യൂസ്ഡ് ടു പോണ്ടിച്ചേരി. ഇതിൽ പുതുച്ചേരിയുണ്ട്, യാനം, കാരയ്ക്കൽ ആൻഡ് മാഹി. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ യുദ്ധത്തിൻ്റെ അന്തിമ വിജയം എന്ന് പറയുന്ന ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം എങ്ങോട്ടെല്ലാമായിട്ട് കുറഞ്ഞുപോയി? പോണ്ടിച്ചേരി, യാനം, അതുപോലെ തന്നെ കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുക ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഫ്രഞ്ചുകാരെ ഓൾറെഡി നമ്മൾ പോർച്ചുഗീസുകാരെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡച്ചുകാർ വരുന്നു. ഡച്ചുകാർക്ക് ശേഷം ആരാ വരുന്നത്? ബ്രിട്ടീഷുകാർ, അതുപോലെ പിന്നീട് ഫ്രഞ്ചുകാരും വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു യുദ്ധം വരുന്നു. ആ യുദ്ധം എന്ത് പേരിൽ അറിയപ്പെട്ടെ? കർണാട്ടിക് വാർസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ അന്തിമ വിജയം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം യാനം, കാരയ്ക്കൽ, പോണ്ടിച്ചേരി, മാഹി തുടങ്ങിയ സ്ഥലത്തിലേക്കായിട്ട് ചുരുങ്ങി. ഇത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് ഞാൻ നമ്മുടെ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോട്ട്സ് തരുന്ന സമയത്ത് ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരുന്നതുകൊണ്ടാണ് അതിപ്പോൾ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ നോക്കുക, കർണാട്ടിക് വാർസ് നോക്കുക. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗം അവിടെ കാണാം. ദ വാസ് ഫോട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ ആർ നോൺ ആസ് കർണാട്ടിക് വാർസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയാം. ദിസ് ബാറ്റിൽസ് ടുക്ക് പ്ലേസ് ഇൻ ദ കർണാട്ടിക് റീജിയൻ വിച്ച് ഇൻക്ലൂഡ് എ മേജർ പോർഷൻ ഓഫ് ദ പ്രസന്റ് ഡേ തമിഴ്നാടു ആൻഡ് ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് സദേൺ ആന്ധ്രാപ്രദേശ്. ദർ വർ 3 കർണാട്ടിക് വാർസ്. അപ്പം ശരിക്കും 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എവിടെയാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭൂരിഭാഗ പ്രദേശവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഈ കർണാട്ടിക് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ 3 യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലേ മക്കളെ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫ്രോം ട്രേഡ് ടു പവർ. ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കച്ചവടം, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഓക്കെ, അപ്പം കച്ചവടത്തിന് വന്നവർ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ്, വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് കമ്പനി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ. ഈ പാഠം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവിനെക്കുറിച്ചും അവർ ആദ്യമായിട്ട് എപ്പോഴാണ് ഏഷ്യയുമായിട്ട് ട്രേഡ് നടത്തിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1600 ഫോർ ട്രേഡ് വിത്ത് ഏഷ്യ. അതായത് 1600 ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ, ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ഒബ്റ്റെയിൻഡ് പെർമിഷൻ ഫ്രം ദെൻ മുഗൾ എംപറർ ജഹാംഗീർ ടു സെറ്റപ്പ് എ ഫാക്ടറി ഇൻ സൂറത്ത്, ഗുജറാത്ത്. അപ്പോൾ നോക്കുക, കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? വില്യം ഹോക്കിൻസ് ഒബ്റ്റെയിൻഡ് പെർമിഷൻ ഫ്രം ദെൻ മുഗൾ എംപറർ ജഹാംഗീർ ടു സെറ്റപ്പ് എ ഫാക്ടറി ഇൻ സൂറത്ത് എന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള പെർമിഷൻ നേടി അവിടെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ഓക്കെ, ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു. ആഫ്റ്റർ ഗെയിനിങ് ഡൊമിനൻസ് ഇൻ മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കത്ത. മദ്രാസ്, ചെന്നൈ, ബോംബെ, ഇപ്പോൾ മുംബൈ ആൻഡ് കൽക്കത്ത, കൊൽക്കത്ത. ഓക്കെ, ദ കമ്പനി began to interfere in the administration of these territories. അങ്ങനെ ഇത്രയും ഫാക്ടറീസൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ ആധിപത്യമൊക്കെ നേടിയെടുത്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു? അവിടുത്തെ ഭരണങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് തുടങ്ങി.
ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് മനസ്സിലായില്ലേ? അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരെന്താണ്, വില്യം ഹോക്കിൻസ്. അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ നിന്ന് അനുമതി മേടിച്ചിട്ട് ഗുജറാത്തിൽ ഒരു ഫാക്ടറി ആരംഭിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ല, ഇപ്പോഴത്തെ ചെന്നൈ, മദ്രാസ്, ബോംബെ, കൽക്കട്ട എല്ലാ പ്രദേശങ്ങളിലും ഇവർ ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. പിന്നീട് അവിടങ്ങളിലെ ഭരണങ്ങൾ കൂടി ആരേർപ്പെടുന്നു, ഇവർ പിന്നെ കമ്പനി ഏർപ്പെടാൻ വേണ്ടി ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. ദ നവാബ് ഓഫ് ബംഗാൾ സിറാജ് ഉദ് ദൗല വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ ബൈ ദ ഫോഴ്സസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലെഡ് ബൈ ദ റോബർട്ട് ക്ലൈവ്. അടുത്ത് നോക്കുക, ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ അവിടെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം. അപ്പം ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? റോബർട്ട് ക്ലൈവ്. ആ പേരെന്ന് ഓർത്ത് നോക്കുക. റോബർട്ട് ക്ലൈവ് ആരാണ് പരാജയപ്പെടുത്തിയത്? സിറാജ് ഉദ് ദൗളയാണ്. അപ്പോൾ അങ്ങനെ ഏത് ഭരണം പിടിച്ചടക്കുന്നു? ബംഗാളിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പിടിച്ചടക്കിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്? ദ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ടു ബ്രിങ് അതർ പാർട്ട് ഓഫ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ. ഈ ബംഗാൾ പിടിച്ചടക്കിയതോടുകൂടി എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ് ബ്രിട്ടീഷുകാരുടെ അവരുടെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ ആരുടെ നേതൃത്വത്തിലാണ്? റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുന്നു, ബംഗാളിൻ്റെ അധികാരം കയ്യിലാക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും അവരുടെ അധികാരം വ്യാപിപ്പിക്കാൻ വേണ്ടി അവർക്കത് സഹായകമായിട്ടുണ്ടെന്ന് പറയുന്നു. Land taxes in agriculturally rich Bengal helped the British build up their military power and raise money to conquer the rest of the country. അതായത് ബംഗാൾ പിടിച്ചടക്കിയ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ബംഗാൾ എങ്ങനെയാണ്? കാർഷികപരമായിട്ട് സമ്പന്നമായൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഭൂനികുതി ഇവരെന്തിനു വേണ്ടി ഉപയോഗിച്ചു? അവരുടെ സൈനിക ശക്തി കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നതിന്, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ആ പണം എന്താണ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിക്കുകയാണ് ഇവർ ചെയ്തത് ഈ ഭൂനികുതിയിലൂടെ. ഓക്കെ, ദെൻ വിത്ത് ദ ബാറ്റിൽ ഓഫ് ബക്സർ ഇൻ 1764 ദ കമ്പനി അക്വയർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഇൻ ദ പ്രൊവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ ആൻഡ് ഒറീസ. പിന്നെ നോക്കുക, അപ്പോൾ ആദ്യം നമ്മൾ ബംഗാളിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി നോക്കിയേ, 1764 ബക്സർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു കലാപം, ഓക്കെ, ഒരു യുദ്ധത്തോടു കൂടി ഇവരെന്ത് ചെയ്യാണ്, ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ക്ലാസ് പഠിച്ചാണ്, പ്രവിശ്യകളാണ്. ഈ പ്രവിശ്യകളുടെ നികുതി അവകാശം കൂടി ആർക്ക് കിട്ടാണ്? കമ്പനിക്ക് കിട്ടാണ്. ഓക്കെ, ആദ്യം ബംഗാൾ അവിടുത്തെ നികുതി പിരിക്കുന്നു, സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നു. 1764 വീണ്ടും ബക്സർ എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ യുദ്ധത്തിൽ ഇവരെന്ത് ചെയ്യുന്നു? ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രൊവിൻസസിലെ നികുതി പിരിക്കാനുള്ള അവകാശം കൂടി ഇതിലൂടെ നേടിയെടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയി നോക്കളെ. വിത്ത് ദാറ്റ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ ബിക്കെയിം സ്ട്രോങ്ങർ. അപ്പോൾ ഇതിലൂടെ തന്നെ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം എന്തായി? വളരെ സ്ട്രോങ് ആയി. ഓക്കെ, ദെൻ ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് മുഗൾ റൂളർ ഷാ അലം സെക്കൻഡ്, ദ നവാബ് ഓഫ് ഔദ്, ഷുജാ ഉദ് ദൗല ആൻഡ് ദ നവാബ് ഓഫ് ബംഗാൾ, മിർ ഖാസിം ഇൻ ദിസ് ബാറ്റിൽ. ഓക്കെ, അപ്പം നോക്കുക, ആരൊക്കെയാണ്? ഷാ അലം സെക്കൻഡ്, ഷാ അലം രണ്ടാമൻ. പിന്നെ അദ്ദേഹം ആരായിരുന്നു? മുഗൾ ഭരണാധികാരിയായിരുന്നു. അതുപോലെ അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗല, അതുപോലെ തന്നെ ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം. ഇവരുടെ ഒരു കൂട്ടമായിട്ടുള്ള സൈന്യത്തെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവർ കുറച്ചും കൂടി സ്ട്രോങ് ആവാണ്. സെൻഡ് മീ 2000 soldiers, ഐ വിൽ കോൺകർ ഇന്ത്യ. ഇതാരുടെ വാക്കാണ്? റോബർട്ട് ക്ലൈവ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവ് പറഞ്ഞ വാക്കാണത്. എന്താണ്? സെൻഡ് മീ 2000 soldiers, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക. ഐ വിൽ കോൺകർ ഇന്ത്യ, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞാണ്. യു ഹാവ് റീഡ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ് ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ദ ഇംഗ്ലീഷ്
ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി കമാൻഡറായ റോബർട്ട് ക്ലൈവിൻ്റെ വാക്കാണ് നമ്മൾ കണ്ടത്. വൈ ഡു യു തിങ്ക് ഹീ കമൻറ്റഡ് ലൈക്ക് ദിസ്? വൈ ഡു യു തിങ്ക് ഹീ കമൻറ്റഡ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവുക? ഒന്നാമത്തെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പം ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഒരൈക്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ. സെക്കൻഡ്, മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സൂപ്രമസി ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരെന്താണ്? മെച്ചപ്പെട്ട സൈനിക പദവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ഇന്ത്യയെ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ രണ്ട് കാരണങ്ങൾ അവർക്ക് ഇന്ത്യയെ പിടിച്ചെടുക്കാൻ കുറച്ച് ഈസിയാക്കാനുള്ള വഴിയാണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി. നാട്ടുരാജ്യങ്ങളും കമ്പനിയും എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വാസ് സബ്ജുഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ വാർസ് ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ രണ്ട് തരത്തിലാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് വാർസ്, യുദ്ധങ്ങളിലൂടെയും, രണ്ട് ഡിപ്ലോമസി, നയതന്ത്രങ്ങളിലൂടെയായിരുന്നു. ഓക്കെ. ദ ആംഗ്ലോ മൈസൂർ വാർസ് വർ ഫോർട്ട് ബിറ്റ്വീൻ ദ സദേൺ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ ആൻഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു എന്ത്? മൈസൂർ. ഓക്കെ. മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ആംഗ്ലോ മൈസൂർ വാർസ്. എന്താണ്? ആംഗ്ലോ മൈസൂർ വാർസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ. ദ മൈസൂർ ആർമി വാസ് ലെഡ് ബൈ ഹൈദർ അലി ഹു വാസ് ദ റൂളർ ഓഫ് മൈസൂർ ആൻഡ് ഹിസ് സൺ ടിപ്പു സുൽത്താൻ. അപ്പം ഇവിടെ നമ്മൾ കേട്ട പേര് തന്നെയാണ്. മൈസൂരിലെ ഭരണാധികാരി ആരായിരുന്നു? ഹൈദർ അലി ആയിരുന്നു. ഓക്കെ. ഹൈദർ അലിയും സൺ ടിപ്പു സുൽത്താനും, മകൻ ടിപ്പു സുൽത്താനുമാണ് ഈ മൈസൂർ സേനയെ നയിച്ചിരുന്നത്. ഓക്കെ. ദ കമ്പനി ആർമി ആൻഡ് ദ മൈസൂർ സുൽത്താൻസ് ക്ലാഷ്ഡ് 4 times. അപ്പോൾ എത്ര തവണയാണ്? 4 തവണയാണ് ഈ കമ്പനി ആർമിയും മൈസൂർ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് ഇൻ 1782 ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദ മൈസൂർ ഫോഴ്സസ്. അപ്പം ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദർ അലിയുടെ മരണത്തിന് ശേഷം 1782 ടിപ്പു സുൽത്താൻ എന്തായി? മൈസൂർ സേനയെ നയിച്ചു. ഓക്കെ. ഇൻ ദ 4th മൈസൂർ വാർ ഓഫ് 1799 മൈസൂർ ഫെൽ വെൻ ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ബൈ ദ കമ്പനി ഫോഴ്സസ്. 1799 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ കമ്പനി ആരെ വധിക്കുന്നു? ടിപ്പു സുൽത്താനെ വധിച്ചു. അതോടെ മൈസൂർ ആരുടെ അധീനതയിലേക്ക് വരുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരുന്നു. ഇത്രയും കാര്യമാണ് അവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ഓരോ നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ അണ്ടറിലേക്ക് വന്നതെന്നുള്ളതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ദ ആംഗ്ലോ മറാത്ത വാസ് വർ ഫോർട്ട് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് മറാത്ത കിങ്ഡം. മറാത്ത കിങ്ഡവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളിലെ ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയാം. ഓക്കെ. വിത്ത് ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ദ മറാത്ത ടെറിട്ടറീസ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് കൺട്രോൾ. അപ്പം 3ാം ആംഗ്ലോ മറാത്ത വാറോടുകൂടി മറാത്ത പ്രദേശങ്ങൾ ആരുടെ നിയന്ത്രണത്തിലേക്ക് വന്നു? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. വിത്ത് ദ ഡിഫീറ്റ് ഓഫ് ദ സിഖ് ഇൻ ദ ആംഗ്ലോ സിഖ് വാസ് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ സിഖ്സ് പഞ്ചാബ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പം മറാത്ത പറഞ്ഞു, നമ്മൾ മൈസൂർ പറഞ്ഞു. ഇപ്പം നോക്കിയേ, ആരെയാണ് നമ്മൾ പറയുന്നത്? ബ്രിട്ടീഷുകാരും അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിൽ സിഖുകാരും പരാജയപ്പെടുന്നു. അതോടെ പഞ്ചാബും കമ്പനിയുടെ അണ്ടറിലേക്ക് വരികയാണ്, ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരികയാണ്. ഓക്കെ. ദ എയിം of the British was to procure maximum wealth from the conquered territories. The methods adopted by them for this include trade, tax collection and wars. അപ്പോൾ നോക്കാം, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം സമ്പത്ത് അവിടെ നിന്ന് കൈക്കലാക്കുക, അതായത് പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ്. ഏതിലൂടെയൊക്കെയാണ്? ഒന്ന് ട്രേഡാണ്, കച്ചവടത്തിലൂടെയാണ്, പിന്നെ ടാക്സ് കളക്ഷൻ നികുതി പിരിവിലൂടെയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിലൂടെയാണ്. എങ്ങനെയും സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ കുറച്ച് 15 പേജും 16 നമുക്ക് കോളത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാണാം. ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. അപ്പം ഒരു ടാക്സ് ഇംപ്ലിമെൻറ്റഡ് ഏരിയാസും എക്സിക്യൂട്ടഡ് പേഴ്സണും ഫീച്ചേഴ്സും അവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഒന്ന് ഫസ്റ്റത്തേത് എന്താ ടാക്സ്, എന്താ നികുതിയുടെ പേര്? പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്നാണ്. ഓക്കെ, എന്താണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് 1793, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, ഇംപ്ലിമെൻറ്റഡ് ഏരിയാസ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഇത് നടപ്പിലാക്കിയ വ്യക്തിയുടെ പേരാണ് ലോർഡ് കോൺവാലിസ്.
കോൺവാലിസ് പ്രഭുവാണ് കേട്ടോ. ഓക്കെ, ലോർഡ് കോൺവാലിസ്. അതിൻ്റെ സവിശേഷത ഫീച്ചേഴ്സ് എന്താ? ദ സെമീദാസ് ഹൂ വർ ദ ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പം ഇവിടെ ഭൂമിയുടെ ഉടമകൾ എന്ത് പേരിൽ അറിയപ്പെട്ട സെമീന്ദാർമാരെന്നാണ്. ഈ ഭൂമിയുടെ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു? കളക്റ്റഡ് ഹൈ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പം ഉയർന്ന നികുതി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പിരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. എന്താണ്? സെമീന്ദാസ് ഹൂ വർ ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഭൂമി ഉടമകളായിരുന്ന സെമീന്ദർമാർ ഉയർന്ന നികുതി അവിടുന്ന് പിരിച്ചു. ഓക്കെ, ഫാമേഴ്സ് were required to pay fixed amount as tax regardless of fluctuations in yield. ഓക്കെ, അപ്പം പിന്നെ ഫാമേഴ്സ് കൃഷിക്കാർ അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചിലപ്പോൾ നല്ലതാവാം, മോശമാവാം, ഏറ്റക്കുറച്ചിലുണ്ടാവാം, അതൊന്നും പരിഗണിക്കൂല. ഒരു നിശ്ചിത തുക എപ്പോഴും നിർബന്ധമായിട്ടും നികുതിയായിട്ട് കൊടുക്കണം. ഇതാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് 1793 പറയുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ആരാണ് ഇത് നടപ്പിലാക്കിയ പ്രഭു? ലോർഡ് കോൺവാലിസ് ആണ്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്ത് വെക്കണേ. ഇനി അടുത്ത് നോക്കിയേ. നെക്സ്റ്റ് റൈറ്റ് വാരി സിസ്റ്റം ആണ്. റൈറ്റ് വാരി സമ്പ്രദായം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ 1820. ഓക്കെ, ഇയർ റൈറ്റ് വാരി സിസ്റ്റം 1820. അപ്പോൾ എവിടെയാണ് നടപ്പിലാക്കിയ പ്രദേശം? ഇംപ്ലിമെൻറ്റഡ് ഏരിയാസ് സൗത്ത് ഇന്ത്യയും ഡെക്കാനുമാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയും ഡെക്കാനുമാണ്. എക്സിക്യൂട്ടഡ് പേഴ്സൺസ് ആരൊക്കെയായിരുന്നു? തോമസ് മുൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഓക്കെ, തോമസ് മുൺറോയും അലക്സാണ്ടർ റീഡ് രണ്ടുപേരാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്. പെസൻസ് were considered as landlords. ആരാണ്? കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പെസൻസ് were considered as landlords. കർഷകരെന്തായി? ആ ഭൂമിയുടെ ഉടമകളായിട്ട് കണക്കാക്കി. ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. ബ്രിട്ടീഷുകാർ ഫാമേഴ്സിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, ദ ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹു ഫെയിൽ ടു പേ ടാക്സസ്. അഥവാ നികുതി അടക്കാൻ വേണ്ടിയിട്ട് വീഴ്ച വരുത്തുകയോ ചെയ്താൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ആ ഭൂമി തിരിച്ചു പിടിച്ചു. ഓക്കെ, ഇതാണ് റൈറ്റ് വാരി സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റത്ത് 1822 ആണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റഡ് ഏരിയാസ് നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്, ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഓക്കെ, എക്സിക്യൂട്ടഡ് പേഴ്സൺസ് നടപ്പിലാക്കിയ വ്യക്തി ഹോൾട്ട് മെക്കൻസി ആണ്. ആരാണ്? ഹോൾട്ട് മെക്കൻസി. ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. എൻ്റെ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് ആണ് നികുതി പിരിച്ചത്. ദ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെൻറ്റ് വാസ് അനക്സ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പം 3 നികുതി സമ്പ്രദായങ്ങളുടെ പേര്, സിസ്റ്റം ഏതൊക്കെയാണ്? ടാക്സ് പോളിസീസ് നിന്ന് നമുക്ക് പഠിച്ചു. ഏതൊക്കെയാണ്? പെർമനൻറ്റ് ലാൻഡ് റവന്യൂ അഥവാ ശാശ്വത ഭൂനികുതി, ദെൻ റൈറ്റ് വാരി സിസ്റ്റം, റൈറ്റ് വാരി സമ്പ്രദായം, ദെൻ മഹൽവാരി സിസ്റ്റം, മഹൽവാരി സമ്പ്രദായം. അതെവിടേക്കാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും മനസ്സിലായില്ല മക്കളെ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം ഫാമേഴ്സ് were forced to take loans from the money lenders so as not as lose their agriculture land. നോക്കുക, അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന നികുതിയാണ് ചുമത്തുന്നത്. ഈ നികുതി അടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി കർഷകരെന്ത് ചെയ്യും? ഫോഴ്സ് ടു ടേക്ക് ലോൺസ് ഫ്രം മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് മീൻസ് ഈ പണമിടപാടുകാരുടെ അടുത്തുനിന്ന്, പണം കടം കൊടുക്കുന്നവരുടെ അടുത്തുനിന്ന് ഇവരെന്ത് ചെയ്യും? നിർബന്ധിതമായിട്ട് പൈസ വാങ്ങേണ്ട സാഹചര്യം വരും. എന്ത് ചെയ്യാൻ പാടില്ല? സ്ഥലം നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ള ചിന്തയാണ്. ദിസ് റിസൾട്ടഡ് ഇൻ ഫാമേഴ്സ് ഫാളിങ് ഇൻ ഡെബ്റ്റ് ട്രാപ്സ്. അപ്പോൾ എന്താണ്? വിചാരിച്ച വിളയുമില്ല. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ വലിയൊരു കടക്കണിയിലായി പോകും. ഓക്കെ, ദെൻ മണി ലെൻഡേഴ്സ് ഹാഡ് ടു ദ പവർ ടു സീസ് ദ ലാൻഡ് ഓഫ് ദിസ് ഫാമേഴ്സ്. പക്ഷേങ്കിൽ പണം അടച്ചില്ലെങ്കിലോ ആ മണി ലെൻഡേഴ്സിന്, ഈ പണമിടപാടുകാർക്ക് അല്ലെങ്കിൽ പലിശക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പണം പലിശ കൊടുത്തവർക്ക് ആ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ദ ന്യൂ ലീഗൽ സിസ്റ്റം ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ ബ്രിട്ടീഷ് എൻകറേജ്ഡ് മണി ലെൻഡേഴ്സ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാരുടെ ഈ വ്യവസ്ഥ ആരെ സഹായിക്കുന്നതാണ്? ഈ പണ ഇടപാടുകാരെ സഹായിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്
the British forced the farmers to grow cash crops such as indigo and cotton which they needed. അപ്പോൾ ആദ്യമൊക്കെ ഫുഡ് ക്രോപ്സ് ഭക്ഷ്യവിളകളൊക്കെയാണ് കൃഷി ചെയ്തതെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി, ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ഏതാണ്? നീലം, പരുത്തി പോലെയുള്ള ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുന്നത്. ദ സ്പ്രെഡ് ഓഫ് ക്യാഷ് ക്രോപ്സ് ഓൾസോ ലെഡ് ടു റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് വിച്ച് ലെഡ് ഫുഡ് ഷോർട്ടേജ്. അപ്പം ബ്രിട്ടീഷുകാരിങ്ങനെ നിർബന്ധിച്ച് നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവും? ഭക്ഷ്യവിളകൾ നമുക്ക് ഒന്നും കൃഷി ചെയ്യാനുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമത്തിന് അത് വലിയൊരു കാരണമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇൻക്രീസ്ഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹെൽപ്പ് ദ മണി ലെൻഡേഴ്സ് എക്സ്പ്ലോയിറ്റ് ദ ഫാമേഴ്സ്. നെക്സ്റ്റ് പറയാം. അപ്പം ഇത് കാർഷിക മേഖലയിൽ വലിയൊരു വാണിജ്യവൽക്കരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പണമിടപാടുകാർക്ക് ഇല്ല മണി ലെൻഡേഴ്സിന് അതൊരു സഹായം കൂടിയായി. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ദ ഫാമേഴ്സ് were forced to sell the agriculture products at whatever price they could get. അപ്പം വിളവെടുത്തു കഴിഞ്ഞാൽ ഈ ഫാമേഴ്സ് വിചാരിച്ച പൈസയൊന്നും ആർക്ക് കിട്ടില്ല? ഫാമേഴ്സിന് കിട്ടൂല. അപ്പം കർഷകർ കിട്ടുന്ന വിലക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കണം. ബിക്കോസ് എന്താണ്? അവർ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പൈസ എടുക്കുന്നുണ്ട്, നികുതി അടക്കണം. ഈ സാഹചര്യമൊക്കെ വരുമ്പോൾ അവർ കിട്ടുന്ന വിലക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ട സാഹചര്യം വന്നു. ലെറ്റ് us examine how the British tax policies affected the farmers. അപ്പോൾ നോക്കുക, ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നികുതി നയങ്ങൾ എങ്ങനെയെല്ലാമാണ് കൃഷിക്കാരെ ബാധിച്ചിട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ടു ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ്. അതായത് ഉയർന്ന നികുതി അടക്കാൻ വേണ്ടിയിട്ട് കർഷകർ വളരെയധികം ബുദ്ധിമുട്ടി. ഓക്കെ, ഈവൺ ഇഫ് ക്രോപ്സ് വർ ഡാമേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രൗട്ട് ദർ വാസ് നോ ടാക്സ് റിലീഫ്. വെള്ളപ്പൊക്കമോ വരൾച്ചയോ എന്തുണ്ടായിക്കോട്ടെ, എന്ത് കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാലും നികുതി ഇളവ് കൊടുക്കുമായിരുന്നോ? ഇല്ല, ഒരു നികുതി ഇളവ് അവർക്ക് കിട്ടിയിട്ടില്ല. ഫാമേഴ്സ് ഹാഡ് ടു റിലൈ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലോസിങ് ദ ഫാം ലാൻഡ്. കർഷകർ എന്ത് ചെയ്യും? അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പണ ഇടപാടുകാരെ ആശ്രയിക്കേണ്ട ഗതികേട് അവർക്കുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡെബ്റ്റ് റിഡൺ ഫാമേഴ്സ് ലോസ് ദെയർ ലാൻഡ്. ഡെബ്റ്റ് റിഡൺ ഫാമേഴ്സ് ലോസ് ദെയർ ലാൻഡ്. അതായത് കടക്കടിയിൽപ്പെട്ട കർഷകർക്ക് എന്തായി? അവരുടെ ഭൂമിയും നഷ്ടപ്പെട്ടു പോയി. അപ്പം കർഷകർക്ക് ഇതിനെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കന്ന് മനസ്സിലാവുക അല്ലേ? Like the peasants, the British policies made the lives of artisans also miserable. Machines-made products from Britain were imported into India. അപ്പോൾ നോക്കുക, അപ്പം നമ്മളിപ്പോൾ ഫാമേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഫാമേഴ്സിൻ്റെ അവസ്ഥ പറഞ്ഞ പോലെ തന്നെ ആർട്ടിസൻസ്, ഈ കരകൗശല തൊഴിലാളികൾ ഉണ്ടാവില്ലേ, കൈത്തൊഴിലുകാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരും എന്തായി? ദുരിതത്തിലായി. എങ്ങനെ? ബ്രിട്ടീഷുകാരുടെ ഓരോ നയങ്ങൾ കാരണമാണ്. അവർ മെഷീൻ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് എന്തായി? അവരുടെ യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ അയക്കാൻ തുടങ്ങി. അതായത് നമ്മൾ കൈകൊണ്ട് എത്ര പണിയെടുക്കുക, അതിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് സാധനം എങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ഡ്യൂ ടു ദ കോമ്പറ്റീഷൻ വിത്ത് സച്ച് പ്രൊഡക്ട്സ് ദ മാർക്കറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് കോട്ടൺ, സിൽക്ക്, വൂൾ ക്ലോത്ത്സ്, പോട്ടറി, ലെതർ ആൻഡ് എഡിബിൾ ഓയിൽ വാസ് ലോസ്റ്റ്. അപ്പം അവിടുന്ന് മെഷീൻ പ്രൊഡക്ട്സ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടുന്ന് ഏതൊക്കെ സാധനങ്ങളാണെന്ന് നോക്കുക? പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, അതുപോലെ മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടുന്ന് മെഷീൻ പ്രൊഡക്ട്സ് ഇങ്ങോട്ട് ഇറക്കുമതിയാണ് ആര് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ലെഡ് ദ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ദോസ് എൻഗേജ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പം കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെടുന്നതിന് ഇതൊരു കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ പരമ്പരാഗതമായിട്ട് ഇന്ത്യക്കാർ പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളാണ്. മെനി വർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് ദെയർ ട്രഡീഷണൽ ഒക്കുപ്പേഷൻ. അവരുടെ ഈ പരമ്പരാഗതമായ തൊഴിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ആരെത്തി? ഈ ബ്രിട്ടീഷുകാരുടെ ഈ നയങ്ങൾ കാരണം കരകൗശല തൊഴിലാളികളും കൈത്തൊഴിലാളികളൊക്കെ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാർമേഴ്സ് മാത്രമല്ല, ഇവരും എന്താണ് ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്കിത് നിന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ മക്കളെ ഇത്രയും പറഞ്ഞത്? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ എല്ലാ എക്സ്പ്ലോയിറ്റേഷനും എതിരെയുള്ള റെസിസ്റ്റൻസ് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം ഈ ചൂഷണത്തിനെതിരെയുള്ള
പോരാട്ടങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പേ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.